നമസ്കാരം. കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം ദിനം പ്രതി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരക്കാരായിട്ടുള്ള പല ആൾക്കാരെയും കേരളത്തിൽ നിന്ന് നാട് കടത്തുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് FCRI ഫണ്ടുകൾ പോലും ഇവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെട്ടിരുന്നു എന്നതാണ്. UK അടക്കമുള്ള ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ആണ് ഇവർക്ക് FCRI ഫണ്ടുകൾ എത്തിച്ചു കൊടുക്കുന്നത്. ഇവർക്ക് തിരിച്ചറിയൽ രേഖകളും മറ്റുമായിട്ട് ആദ്യം ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിനുശേഷം FCRI ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഇവരെ കൊണ്ട് മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന അറിവ്. പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇവർ ഉപയോഗിക്കുന്നത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ പോലും അന്വേഷണ ഏജൻസികൾ പലപ്പോഴും ഇവർക്ക് നേരെ കണ്ണടച്ചിരുന്നതാണ് ഇത്രത്തോളം വലിയ രീതിയിൽ ഇത് വ്യാപിക്കുവാനായിട്ട് കാരണമായത്. ഇവരെ ഇപ്പോൾ പുറത്താക്കുമ്പോൾ പല മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യാവകാശ ബുദ്ധിജീവികൾ പലരും വല്ലാതെ കരഞ്ഞ് മുഴുകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അവരെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയതിനെ കുറിച്ച് ഉള്ള ഗ്രാവിറ്റി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇവരെ പുറത്താക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ തന്നെ 13ഓളം സംസ്ഥാനങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടന്നത്. പല സംസ്ഥാനങ്ങൾ, അതായത് UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിട്ട് തന്നെ ഇത്തരക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഫണ്ടുകൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരെയും കൈയോടെ പിടികൂട്ടിയിട്ടുണ്ട്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ സംഘടനകൾ പോലുമുണ്ട്. അതായത് ഈ സംഘടനകളാണ് പലപ്പോഴായിട്ട് ഗ്രൂമിംഗ് ഗ്യാങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് UK സജീവമായിരുന്നത്. ആ ഭീകരവാദ നെറ്റ്വർക്കുകളാണ് FCRI ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ നെറ്റ്വർക്ക് വ്യാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതുമാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇത് ഉടൻ തന്നെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു ബംഗ്ലാദേശിയെയും ഇന്ത്യയിൽ തുടരുവാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. എന്നാൽ മീഡിയ ഓൺ അടക്കമുള്ള ചാനലുകൾ കരഞ്ഞ് മെഴുകുന്നുണ്ട് പലപ്പോഴായിട്ട്. അതായത് അവിടെ പലരെയും വിദേശികളായിട്ട് പ്രഖ്യാപിക്കുന്നു. കോടിക്കണക്കിനായ ആൾക്കാരാണ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് എത്ര ക്രൂരമായിട്ടുള്ള നടപടിയാണ്, മനുഷ്യത്വഹീനമായിട്ടാണ് ഇന്ത്യ അവരോട് പെരുമാറിയിട്ടുള്ളത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് മൗദൂദി ദാവൂദും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നത്. എന്ത് തരത്തിലുള്ള മാനുഷിക പ്രവർത്തനങ്ങളാണ് അവർ ഇവിടെ നടത്തുന്നത് എന്നത് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഭീകരവാദികൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിട്ട് തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നതിന് വ്യക്തമാകുന്ന തെളിവുകൾ കൂടിയാണ് പലപ്പോഴായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ പോലും ഇവർക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുവാനാണ് ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരും ശ്രമം നടത്തുന്നത് എന്നതാണ് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യം. ഈ ഭീകരവാദികളെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്ന ഇത്തരം FCRI ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് FCRI ചട്ടം പരിഷ്കരിക്കുവാനും അത് പരിഷ്കരിച്ചുകൊണ്ട് പുതിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇനി ഒരിക്കലും ഇന്ത്യയിലേക്ക് വരുന്ന ഫണ്ടുകൾ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ആരെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയം. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും അവരെ പിടികൂടുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ കുറച്ചധികം ഇത്തരത്തിലുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ അഗ്രഹാരങ്ങളിലാണ് ഒളിച്ചിരുന്നത്. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നതിനെ കുറിച്ചുള്ള സജീവമായ അന്വേഷണവും നടക്കുകയാണ്. ഇതൊരു മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഭീകരവാദികൾ ഭാരതത്തിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിയൽ രേഖകളും മറ്റു രേഖകളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുശേഷം ഈ FCRI ഫണ്ടും മറ്റു രീതിയിൽ ഇവർക്ക് ഉപജീവനം ഒരുക്കി കൊടുക്കുവാനും ഇവരെ കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുവാനും മറ്റൊരു ഗ്രൂപ്പും ഈ രീതിയിലാണ് ഒരു മൾട്ടി ലെയേർഡ് സ്ട്രക്ചറായിട്ടാണ് അവർ ഇവിടെ കഴിഞ്ഞു പോകുന്നത്. കേരളത്തിൽ കരുനാഗപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഇവർക്ക് ചില തിരിച്ചറിയൽ രേഖകളും മറ്റ് അനുബന്ധ രേഖകളും എത്തിച്ചു കൊടുക്കുന്ന ഒരു റാക്കറ്റുണ്ട്. വർഷാവർഷം കോടിക്കണക്കിന് രൂപയാണ് ഇവർ സമ്പാദിച്ചു കൂട്ടുന്നത്. ചെറിയൊരു തുക ഈ ബംഗ്ലാദേശി ഭീകരവാദികളിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്നും ഒപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് വരുന്ന ഫണ്ടിൽ നിന്ന് വളരെ ഭീമമായൊരു തുക ഇവരുടെ കൈകളിലാക്കുകയും ചെയ്യുന്നു. സുഡാപ്പികൾ ഈ രീതിയിൽ വീർത്ത് പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം ഭാരതത്തിനകത്ത് ഭീകരവാദ പ്രവർത്തനം ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ ഒരു രീതിയിലും കഴിയില്ല. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള സമഗ്രമായ അന്വേഷണങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഏത് ഭീകരവാദി എവിടെ ഒളിച്ചിരുന്നാലും അത് കണ്ടെത്തുക തന്നെ ചെയ്യും.